നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ എംബ്രിയോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. നിങ്ങളുടെ എംബ്രിയോ 5 ഡേയ്സ് വരെ, അതായത് ബ്ലാസ്റ്റോസിസ് വരെ ഗ്രോ ആകുന്നുണ്ട് എങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ആ എംബ്രിയോ ഹെൽത്തി ആകാനും അതിൽ നിന്ന് കുഞ്ഞുണ്ടാകാനുമുള്ള ചാൻസസ് വളരെ നല്ലതാണെന്നാണ്. അഥവാ ആ എംബ്രിയോ 5 ഡേയ്സ് വരെ ലാബിൽ ഗ്രോ ആയിട്ടില്ല, നടുക്ക് വെച്ച് ആ എംബ്രിയോസിൻ്റെ ഗ്രോത്ത് നിന്ന് പോയിട്ടുണ്ട് എങ്കിൽ ആ എംബ്രിയോ യൂട്രസിലും ഗ്രോ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ഡേ 2ഓ ഡേ 3ഓ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്താൽ അത് നമ്മുടെ യൂട്രസിൽ ഗ്രോ ആകില്ലെന്നല്ല. അത് നമ്മൾ പകുതി വെച്ച് തന്നെ അറിഞ്ഞുകൊണ്ട് ഗ്രോത്ത് സ്റ്റോപ്പ് ആക്കിയിട്ട് നമ്മൾ യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മളുടെ എംബ്രിയോസ് മുന്നോട്ട് ഗ്രോ ആകാൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്, അപ്പോഴും അത് ഗ്രോ ആകുന്നില്ല, അതിൻ്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആകുന്നുണ്ട് എങ്കിൽ അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് നിങ്ങളുടെ എംബ്രിയോ ഗ്രേഡ് ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങളുടെ IVF സക്സസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് പ്രഗ്നൻസി ഔട്ട്കം ഉണ്ടാകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എംബ്രിയോസ് ലാബിൽ ഫോം ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷൻസും തരും. അതായത് നിങ്ങളുടെ എത്ര എംബ്രിയോസ് ഫോം ആയി, ആ എംബ്രിയോസിൻ്റെ ക്വാളിറ്റി എന്താണ്, ഏത് ഡേയ്സിലാണ് ഫ്രീസ് ചെയ്തത്, ഇതൊക്കെ അറിയേണ്ടത് നിങ്ങളുടെ സക്സസ്ഫുൾ IVF ഔട്ട്കമിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർക്കുക, എംബ്രിയോ ഫോം ആകുന്നത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, എത്ര എംബ്രിയോസ് ഫോം ആയി, ആ എംബ്രിയോസിൻ്റെ ഗ്രേഡ് എന്താണ്, ക്വാളിറ്റി എന്താണ്, ഏത് ഡേയുടെയാണ്, ഇതൊക്കെയും IVF സക്സസിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്.